വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പ്യൂറിയാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മളൊരു പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എടുത്ത പൈനാപ്പിളിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി നമ്മൾ എടുക്കാം. പൈനാപ്പിൾ മുറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ആ കൂനെന്ന് പറയുന്ന ആ നടുക്കുള്ള ആ സംഭവം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മരുന്ന് കുത്തി വെക്കുന്നത് കൂടുതൽ ആ കൂനിലോട്ടാണ് പിടിക്കുക. അപ്പോൾ പൈനാപ്പിളിൻ്റെ കൂന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിക്കകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കൊരു നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചിടാം. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ബാക്കിയുള്ള പൈനാപ്പിളും കൂടി അരച്ചെടുക്കാം. ഓക്കെ, ബാക്കിയുള്ളതുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കാം. ഈ പൈനാപ്പിൾ പ്യൂരി എന്ന് പറയുന്നത് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് ഇത് സ്ക്വാഷായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ സ്ക്വാഷ് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് ആവശ്യത്തിന് കടച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം സ്ക്വാഷ് തയ്യാറാക്കാനും കേക്ക് തയ്യാറാക്കാനും ഒക്കെ എടുക്കാം. സ്ക്വാഷ്, കേക്ക്, ഐസ്ക്രീം തുടങ്ങിയവയെല്ലാം തയ്യാറാക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു കടച്ചക്ക എടുത്തിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ ഒരു കിലോ, ഒരു 3/4 കിലോ ആ ഒരു അളവ് ആ കടച്ചക്ക എടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് ഒരു ഏകദേശം 4 തൊട്ട് 5 സ്പൂൺ നിങ്ങളുടെ ആവശ്യാനുസരണം, ഇനിയിപ്പോൾ ഒരു കോമൺ അളവാണ് പറഞ്ഞത്, 4 തൊട്ട് 5 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ജാമായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല, അല്ലാതെ കോമൺ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക, ഒരു ബേസിക്കായിട്ട് തയ്യാറാക്കുക. ഇത് ആവശ്യാനുസരണം നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേക്കിനും ഐസ്ക്രീമിനും സ്ക്വാഷിനും അതുപോലെ തന്നെ പച്ചടി തയ്യാറാക്കാനും പുളിശ്ശേരിക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കടച്ചക്ക ഇല്ലാത്ത സീസണിലാണെങ്കിൽ കടച്ചക്ക എപ്പോഴും ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു സീസണിൽ കുറച്ച് കിട്ടിയപ്പോൾ തയ്യാറാക്കി വെച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, നല്ലപോലെ ഇളക്കി കൊടുക്കുക, വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു ഏകദേശം 5-6 മിനിറ്റോളം ഇളക്കി കൊടുത്താണ് റെഡിയാക്കിയത്. ഒരു 5-6 മിനിറ്റ് ഈ കടച്ചക്ക മുറിക്കുന്നത് എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു കടച്ചക്ക എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം ഒരു ടൈം ആവാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് അറിയതിന് ശേഷം അടിച്ചൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.